2025 ഫെബ്രുവരി 13 സുപ്രഭാതം ദിനപത്രത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതിയ ലേഖനം. സ്വകാര്യ സർവകലാശാലകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാകുമോ? കേരളത്തിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കാർഷിക മേഖലകളിലടക്കം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. നടപ്പ് സമ്മേളനത്തിൽ ബില്ലിനെ നിയമമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതോടെ വിദ്യാഭ്യാസത്തിൽ നയപരമായ ഏറ്റവും വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. 2016 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊന്നിൽ കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വേദിയിലേക്ക് വരികയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ TP ശ്രീനിവാസനെ പൊടുന്നനെ അവിടെ ഇരച്ചെത്തിയ SFI വിദ്യാർത്ഥികൾ മുഖത്തടിച്ച് താഴെയിട്ടു. ചാനലുകളിലും പത്രങ്ങളിലും വന്ന ആ ദയനീയ കാഴ്ച ഒളിമങ്ങാതെ മനസ്സിൽ കിടക്കുമ്പോഴാണ് രണ്ടാം പിണറായി ഭരണത്തിൻ്റെ അവസാന വർഷത്തിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് എന്ന അറിയിപ്പ് വരുന്നത്. 1994 24-ാം വയസ്സിൽ ശയ്യയിൽ വീണുപോയതാണ് സഖാവ് പുഷ്പൻ. 5 മാസം മുമ്പാണ് 54-ാം വയസ്സിൽ പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത്. സ്വാശ്രയ വിദ്യാഭ്യാസത്തോടുള്ള പാർട്ടിയുടെ എതിർനിലപാടിനെ പിന്തുണച്ച് DYFI നയിച്ച സമരാഗ്നിയിൽ കൂത്തുപറമ്പിൽ വെച്ച് നടന്ന പോലീസ് വെടിവെപ്പിൽ പുഷ്പനോടൊപ്പമുണ്ടായിരുന്ന 5 ധീര സഖാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സ്വകാര്യ വിദ്യാഭ്യാസത്തോടുള്ള പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും അസ്പൃശ്യത പൂർണ്ണമായും ഇല്ലാതെയായി എന്ന് കാലം തെളിയിച്ചു. 2011 മുതൽ 2016 വരെയുള്ള UDF ഭരണകാലത്ത് പ്രൊഫസർ സിറിയക് തോമസിൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുകൂലമായി ഒരു സാധ്യതാ പഠനം നടന്നതും അതിന് അംഗീകാരം ലഭിച്ചതുമാണ്. എന്നാൽ പിന്നീട് വന്ന ഇടതുഭരണം ഇക്കാര്യത്തിൽ നിലപാടെടുക്കാതെ 9 വർഷം വൈകിച്ചു. ഇന്ന് 500-ലധികം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. അതിൽ 70 എണ്ണമെങ്കിലും നല്ല നിലവാരം പുലർത്തുന്നവയുമാണ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയായ സിക്കിം മണിപ്പാൽ നിലവിൽ വന്നിട്ട് 30 വർഷം പൂർത്തിയാകുന്നു. സംസ്ഥാന സർക്കാരുകൾ അംഗീകാരം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ മറ്റ് സർവകലാശാലകൾ പോലെ തന്നെ UGCയുടെ കീഴിലാണ് പ്രവർത്തിക്കുക. എന്നാൽ സർക്കാർ അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുകയില്ല. മണിപ്പാൽ അക്കാദമി, സിംബയോസിസ്, അമിറ്റി, ക്രൈസ്റ്റ്, അസീം പ്രേംജി, അമൃത വിശ്വവിദ്യാപീഠം, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സവിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, പൂർണിമ യൂണിവേഴ്സിറ്റി, ശിക്ഷ അനുസന്ധാൻ, SRM ചെന്നൈ മുതലായവയൊക്കെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ പലതും കേരളത്തിൽ ഓഫ് ക്യാമ്പസ് തുടങ്ങാൻ അനുമതി ചോദിച്ചിരിക്കുകയുമാണ്. നിലവിൽ കേരളത്തിൽ ഓട്ടോണമസ് കോളേജുകൾ മാത്രമാണുള്ളത്. ഓട്ടോണമസ് കോളേജുകൾക്ക് വേണമെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് മാറാവുന്നതേയുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലൊട്ടാകെ 150-ലധികം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നു. അതിൽ 20% ഗുജറാത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളുള്ളത്. 60-ലധികം സ്വകാര്യ യൂണിവേഴ്സിറ്റികളടക്കം 91 യൂണിവേഴ്സിറ്റികളും 2500-നടുത്ത് കോളേജുകളുമുണ്ട്. കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയ ബില്ലിൽ പറയുന്നത് സംസ്ഥാന വിദ്യാർത്ഥികൾക്ക് 40% സീറ്റുകൾ ഉറപ്പുവരുത്തും എന്നാണ്. SC/ST സംവരണവും സ്കോളർഷിപ്പും നിലനിർത്തും. 8-അംഗ നിർവാഹക സമിതിയിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധനും ഉണ്ടായിരിക്കും. അതുപോലെ 8-അംഗ അക്കാദമിക സമിതിയിൽ 3 പേർ സർക്കാർ നോമിനികളായിരിക്കും. VCയെയും അധ്യാപകരെയും ഭരണനിർവഹണ വിഭാഗത്തെയും നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെയും UGCയുടെയും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള 10 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 25 കോടി രൂപ കോർപ്പസ് ഫണ്ടായി സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ 2 മാസത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിനൊടുവിൽ അംഗീകാരം ലഭിച്ചേക്കും. മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലെ ഒന്നിലധികം വിഭാഗങ്ങൾക്കു വേണ്ടിയാണ് സർവകലാശാല ആരംഭിക്കുന്നതെങ്കിൽ മുഖ്യ കെട്ടിടം നിലനിൽക്കുന്നത് 10 ഏക്കറിൽ കുറയാത്ത ഭൂവിസ്തൃതിയിലായിരിക്കണം. കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ കാൽവെപ്പാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാം. സത്യത്തിൽ വിദ്യാർത്ഥികൾ ഏറെക്കുറെ കേരളത്തെ ഉപേക്ഷിച്ച ഒരു കാലത്താണ് നാം ഉള്ളത്.
യൂറോപ്പിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണോ എത്തിപ്പെട്ടത് എന്ന് കരുതുമാറ് മലയാളി സാന്നിധ്യം അനുഭവപ്പെടും. ഈ ദേശാന്തര ഗമനം തടഞ്ഞില്ല എങ്കിൽ യുവാക്കളില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ അതിന് പരിഹാരമാവണം. ആധുനിക വ്യാവസായിക താൽപ്പര്യങ്ങൾക്ക് ഉപയുക്തമാകുന്നതും തൊഴിൽ വിപണിക്ക് അനുയോജ്യവുമായ കോഴ്സുകൾ, നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പഠന രീതികൾ, വിദേശ സർവകലാശാലകളുമായി കൊളാബ് ചെയ്തുകൊണ്ട് നൂതന രീതികൾ സ്വായത്തമാക്കൽ, അവരുടെ സിലബസും നമ്മുടേതും ചേർത്തുകൊണ്ടുള്ള ഉള്ളടക്കം, നിരന്തര മൂല്യനിർണ്ണയവും സമയബന്ധിത ഫലപ്രഖ്യാപനങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളുടെ പുതുമോടി, നവ്യമായ മൂല്യനിർണ്ണയ രീതികൾ, മനഃശാസ്ത്ര സമീപനങ്ങൾ, ട്വിന്നിംഗ് സിസ്റ്റം, ഗുണമേന്മയിലും രീതികളിലും മാറ്റുരയ്ക്കൽ മുതലായ ഒരുപാട് നേട്ടങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ കടന്നുവരുന്നതോടെ യാഥാർത്ഥ്യമാകും. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച സന്ദർഭങ്ങളിലൊക്കെ ചില കൈപ്പേറിയ ദുരനുഭവങ്ങളും ഓർത്തെടുക്കാനുണ്ട് എന്നതാണ് വാസ്തവം. സാമ്പത്തിക ബാധ്യത കാരണമാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുന്നത് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അതൊരു വലിയ തെറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ സർവകലാശാലകൾ ഒച്ചിഴയുന്ന വേഗത്തിൽ തന്നെ യാത്ര തുടർന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രമായി അവ മാറും. അങ്ങനെ വന്നാൽ വീണ്ടും വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ വിവേചനത്തിൻ്റെ ഇരട്ട തട്ടുകൾ രൂപപ്പെടും. ഇത് പരിഹരിക്കാനുള്ള ചട്ടങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, നിയന്ത്രണ സ്ഥാപനങ്ങൾ എല്ലാം സർക്കാർ ഉറപ്പുവരുത്തണം. 2001-2004 AK ആന്റണി സർക്കാർ നടപ്പിലാക്കിയ സ്വാശ്രയ ഉന്നത വിദ്യാഭ്യാസ നയത്തിൽ നിയമചട്ടക്കൂടിൻ്റെ അഭാവം നിഴലിച്ചിരുന്നു. അത് വലിയ നിയമ പോരാട്ടങ്ങൾക്കും സർക്കാർ കീഴടങ്ങൾ വരേക്കും എത്തിച്ചേർന്നു. ഇവിടെയും ഫീ നിർണയിക്കുന്നതിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവും കരടിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ശമ്പളമടക്കമുള്ള സാമ്പത്തിക ബാധ്യതകൾ സ്ഥാപനങ്ങൾക്കാണ്. ഇവിടെ സാമ്പത്തികമായി സഹായിക്കാതെ തന്നെ സർക്കാരിൻ്റെ താങ്ങുകൾ നൽകി പിന്തുണയേകാവുന്നതാണ്. സാങ്കേതികമായും സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തും കൂടെ നിൽക്കേണ്ടതുണ്ട്. അടിസ്ഥാന ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ ആവശ്യമായതെല്ലാം ചെയ്യണം. കച്ചവടവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നു മാത്രമല്ല, വിദ്യാഭ്യാസം നേടുന്നവർക്ക് സംസ്ഥാനത്തോടും രാജ്യത്തോടുമുള്ള കടപ്പാടുകൾ ഉറപ്പാക്കണം. മത്സര പരീക്ഷകൾക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും സ്വകാര്യ സർവകലാശാല ബിരുദ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കപ്പെടണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തുന്ന നയപരമായ മാറ്റങ്ങൾ സർക്കാർ, സ്വകാര്യ സർവകലാശാലകൾ എന്ന വ്യത്യാസമില്ലാതെ നടപ്പിലാക്കപ്പെടണം. ഗവേഷണം, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ്, സംസ്ഥാനത്തിൻ്റെ വിഭവ ചൂഷണം എന്നിവയിലൊക്കെ എല്ലാ സർവകലാശാലകൾക്കും സമാന സ്വഭാവവും പരസ്പരം മത്സരിക്കുന്ന രീതിയും ഉറപ്പുവരുത്തണം. സർക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കുന്ന അടങ്കൽ തുക വർദ്ധിപ്പിക്കുകയും ലോകോത്തര ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യണം. സ്വകാര്യ സർവകലാശാലകൾ നൽകുന്ന കോർപ്പസ് ഫണ്ട് തുക വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കു വേണ്ടി വിനിയോഗിക്കണം. അപേക്ഷിക്കുന്നവർക്ക് മുഴുവനും സർവകലാശാല പദവി കൊടുക്കാതെ കൃത്യമായ, എല്ലാവർക്കും ബോധ്യമാകുന്ന ചില തെരഞ്ഞെടുപ്പ് രീതികൾ നടപ്പിലാക്കണം. സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള ക്രെഡിബിൾ സ്ഥാപനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പ്രാദേശിക സമത്വം പാലിക്കണം. കൃത്യമായ ജാതി മത പരിഗണനകൾ ഉൾച്ചേരണം. എല്ലാത്തിലുമുപരി ഗുണമേന്മയും ലോകോത്തര മാത്സര്യവും ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയാവണം. എങ്കിലേ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നവരെ പിടിച്ചു നിർത്താനും പുറമേ നിന്നുള്ളവരെ ആകർഷിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇവ പരമപ്രധാനമായ ലക്ഷ്യങ്ങളുമാണ്.